ഹായ് ഓൾ പോയിന്റ്സിൻ്റെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നുള്ളത് LGBTQIA+നെ കുറിച്ചാണ്. LGBTയെ കുറിച്ച് ഇതിന് മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനലിൽ നമുക്ക് പോയാൽ നമുക്കത് കാണാൻ വേണ്ടി പറ്റും. ആ വീഡിയോയിൽ കൃത്യമായി എന്താണ് LGBTQIA+ എന്നും അതിലെ ഓരോ അക്ഷരങ്ങളും എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നെല്ലാമുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനെ തുടർന്നുള്ള ഈ വീഡിയോയിലും ഇനി ഇവിടെ തുടർന്ന് വരാനുള്ള വീഡിയോയിലൊക്കെ നമ്മൾ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കാര്യം ഈ LGBTQIA+ എന്ന് പറയുന്ന പൊളിറ്റിക്സ് ഇത് സമൂഹത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്തെല്ലാം രീതിയിലുള്ള പ്രശ്നങ്ങളാണ് സമൂഹത്തിൽ ഉണ്ടാകുന്നുള്ളത് എന്നുള്ളതിനെ കുറിച്ചാണ്. പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ വിവിധ രീതിയിൽ നമുക്ക് ഇതിനെ കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് സാമൂഹ്യപരമായ പ്രശ്നങ്ങൾ, അതുപോലെ മെഡിക്കലായ രീതിയിലുള്ള പ്രശ്നങ്ങൾ, സയന്റിഫിക് ആയ പ്രശ്നങ്ങൾ വേണമെങ്കിൽ പറയാം. ഈ രീതിയിലുള്ള ഒരുപാട് രീതിയിലുള്ള പ്രശ്നങ്ങൾ നമുക്കിതിൽ കാറ്റഗറി ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ ഒരു വിഷയം നമ്മൾ സംസാരിക്കുന്നതിന് മുന്നേ പറയാനുള്ളത്, നമ്മൾ ഈ ഒരു വിഷയം സംസാരിക്കുന്നുള്ളത് ഏതെങ്കിലും ഒരു വ്യക്തിയെ ബ്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഈ ആശയം നമ്മുടെ സമൂഹത്തിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇത് സമൂഹത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ രീതിയിലുള്ള നെഗറ്റീവ് എഫക്റ്റുകൾ ഇതുകൊണ്ട് ഉണ്ടാകും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കൃത്യമായി ബോധവാന്മാരാകേണ്ടതുണ്ട്. നമ്മളൊരു ബിസിനസ് നടത്തുകയാണെങ്കിൽ ആ ബിസിനസ് നമ്മളൊരു പുതിയൊരു ഐഡിയ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഐഡിയയെക്കുറിച്ച് നമ്മൾ ആദ്യം ചിന്തിക്കാറുണ്ട്. ഇത് ഞാൻ എൻ്റെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകും, ഇതിലെന്തെല്ലാം പോസിറ്റീവുകൾ ഉണ്ടാകും എന്നെല്ലാം രീതിയിൽ. ഇതുപോലെ LGBT എന്ന് പറയുന്ന ഈ ഒരു പൊളിറ്റിക്സിനെ അല്ലെങ്കിൽ ഈ ഒരു പ്രോപ്പഗണ്ടയെ, ജെൻഡർ തിയറിയും ക്യൂർ തിയറിയും എല്ലാം ഉൾപ്പെടുന്ന LGBTയെ നമ്മൾ സമൂഹത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്തെല്ലാം രീതിയിലുള്ള പ്രശ്നങ്ങളാണ് സമൂഹത്തിൽ ഉണ്ടാകുന്നുള്ളത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളൊന്ന് ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യമായി പറയാനുള്ളത്, നമുക്കറിയാം LGBT എന്ന് പറയുന്ന ഈ ഒരു പദം ഞാൻ നേരത്തെ വീഡിയോ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. LGB എന്ന് പറയുമ്പോൾ അത് ഹോമോസെക്ഷാലിറ്റിയുമായി, സ്വവർഗ ലൈംഗികതയുമായി ബന്ധപ്പെട്ടാണ് കടന്നു വരുന്നുള്ളത്. സ്വവർഗ ലൈംഗികത എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിലെല്ലാം മുൻകാലങ്ങളിൽ അതൊരു തെറ്റായിട്ടും അതൊരു അധാർമിക വൃത്തിയായിട്ടും എല്ലാം കണ്ടിരുന്നുണ്ട്. നമ്മുടെ സമൂഹം എന്ന് മാത്രമല്ല, നമ്മുടെ പുറത്തുള്ള ഏത് കൾച്ചർ എടുത്ത് നോക്കിയാലും ആ കൾച്ചറിലൊക്കെയും ഈ പറഞ്ഞ സ്വവർഗാനുരാഗം എന്ന് പറയുന്നത് ഒരു അധർമ്മമായിട്ടും അല്ലെങ്കിൽ ഒരു തെറ്റായിട്ടും എല്ലാം കണ്ടിരുന്ന ഒരു കാലം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം 960 കാലങ്ങൾക്ക് ശേഷമാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. നമുക്കറിയാം സെക്ഷൽ റെവല്യൂഷനെ പോലുള്ള ലൈംഗിക വിപ്ലവങ്ങളെല്ലാം ഉണ്ടായ കാലഘട്ടം. ആ കാലത്തിന് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ, അഥവാ ഈ ഒരു രീതിയിലുള്ള സ്വവർഗ ലൈംഗികതയാണെങ്കിലും മറ്റുള്ള ലൈംഗിക വൈകൃതങ്ങളാണെങ്കിലും ഇതെല്ലാം ഞങ്ങളുടെ അവകാശമാണ് എന്നും മറ്റുള്ള രീതിയിലുള്ള ഒരുപാട് ആർഗ്യുമെന്റുകൾ സമൂഹത്തിൽ ഉയർന്നു വരികയും അതിനുള്ള നിയമ പോരാട്ടങ്ങൾ, തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള നിയമ പോരാട്ടങ്ങൾ പല രാജ്യങ്ങൾ പല രീതിയിൽ നടക്കുകയും അതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടെന്നോണം പല രാജ്യങ്ങളും ഈ ഒരു കാര്യത്തിന് നിയമവിധേയമായി കൊടുക്കുകയും എല്ലാം അനുവദിച്ചു കൊടുക്കുകയും എല്ലാം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ കേസിനെ എടുത്താൽ, ഇന്ത്യയിൽ നമുക്കറിയാം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ 16-ാം അധ്യായം 377-ാം ഭാഗം പ്രകാരം ഈ ഒരു സ്വവർഗരതി എന്ന് പറയുന്നത് തെറ്റായിട്ടാണ് അല്ലെങ്കിൽ ഒരു ഒഫൻസ് ആയിട്ടാണ് ഇന്ത്യൻ നിയമം കണ്ടിരുന്നത്. എന്നാൽ നാസ് ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ടെല്ലാം ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഇതിനെതിരെ കൃത്യമായ നിയമ പോരാട്ടങ്ങൾ, വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾ നടക്കുകയും അങ്ങനെ അവസാനം ഈ ഒരു ഭാഗം 16-ാം അധ്യായത്തിൽ 377-ാം ഭാഗം ഇന്ത്യൻ ഒരു ശിക്ഷാ നിയമത്തിൽ നിന്ന് എടുത്തു മാറ്റുകയുമാണ് ചെയ്തിട്ടുള്ളത്. അഥവാ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതൊരു ലീഗലൈസ് ചെയ്ത് നിയമപരമായിട്ട് തന്നെ അംഗീകരിക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പഠിക്കാമല്ലോ, ഈ ഒരു അപ്ലൈ ചെയ്യുമ്പോൾ, ഈ ഒരു പൊളിറ്റിക്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന എഫക്റ്റുകൾ എന്തെല്ലാമാണ് എന്നുള്ളത്. ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റുമെങ്കിലും നമുക്ക് ഒന്നാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ LGB എന്ന് പറയുമ്പോൾ അതൊരു തോന്നൽ അടിസ്ഥാനമാക്കി എനിക്ക് ഒരു പുരുഷനോട് ഒരു ലൈംഗികപരമായ വികാരം തോന്നുന്നു, എനിക്ക് തോന്നുന്നത് പുരുഷനോട് മാത്രമാണ്, എനിക്ക് സ്ത്രീയോട് അങ്ങനെ തോന്നുന്നില്ല, എനിക്ക് എൻ്റെ വികാരങ്ങൾ, എൻ്റെ താല്പര്യം എനിക്ക് പുരുഷനോടാണ് എന്ന് പറയുന്ന ആളാണ് ഗേ എന്ന് പറയുന്നത്. അഥവാ അദ്ദേഹത്തിന് തോന്നൽ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം അതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ലെസ്ബിയൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലെസ്ബിയനും സ്ത്രീക്കും പറയാനുള്ളത് അതുപോലെ എനിക്ക് സ്ത്രീയോട് മാത്രമാണ് തോന്നുന്നത്, എനിക്കൊരു പുരുഷനോട് തോന്നുന്നില്ല വികാരങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ അവരുടെ തോന്നൽ അടിസ്ഥാനമാക്കിയാണ് അവരുടെ സെക്ഷുവാലിറ്റി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത് വെച്ച് അവർ പറയുന്നത് എന്താ, ഞങ്ങൾക്ക് അങ്ങനെ പറ്റുന്നുള്ളൂ, ഞങ്ങൾക്ക് അതാണ് തോന്നുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനുള്ള അവകാശം നൽകണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിനുള്ള ഒരു നിയമസാധുത നൽകണം എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ഈ ഒരു വിഷയം കൃത്യമായി അറിയാത്ത ആളുകൾ, പ്രത്യേകിച്ചും നമ്മുടെ യുവതലമുറയിലുള്ള ആളുകൾ, അവരുടെ അടുത്ത് പല യൂട്യൂബർമാരായ ആളുകളും കടന്നു ചെല്ലുകയും മൈക്ക് അവരുടെ മുന്നിലോട്ട് നീട്ടി ഇങ്ങനെ ഒരു കാര്യം സമൂഹത്തിൽ നടക്കുന്നുണ്ടല്ലോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നേരെ ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഒരാൾ തോന്നുന്നു, അയാൾക്കത് മാത്രമേ പറ്റുന്നുള്ളൂ, അയാൾക്കെന്താ അതിനപ്പുറത്തേക്ക് അയാൾക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് തന്നെ അയാൾ അത് ചെയ്യുന്നു, അതിനിപ്പോൾ എന്താ നമ്മൾ പ്രശ്നം കാണേണ്ടത്. ഈ ഒരു രീതിയിലാണ് നമ്മുടെ മക്കൾ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്. കൃത്യമായി നമുക്ക് ഇത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഒരു വീഡിയോ ദൃശ്യത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. അവരുടെ ഇഷ്ടമല്ലേ എന്ത് ചെയ്യണം, എങ്ങനെ നടക്കണം, ആരെ കല്യാണം കഴിക്കണ്ട എന്നുള്ള അവരുടെ ഇഷ്ടമല്ലേ, അത് നമ്മൾ ചോദ്യം ചെയ്യണ്ടല്ലോ. ഒരിക്കലും ഇല്ല, അത് അവരുടേതായിട്ട് ഓരോ ഇൻഡിവിജ്വലിനും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും വ്യത്യാസങ്ങളുണ്ടല്ലോ, അത് അവരുടെ ഇഷ്ടമാണ്. സോ അതിൽ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല, അത് ഓരോരുത്തരുടെ ചോയ്സ് അല്ലേ. ഇപ്പം നമ്മുടെ പേഴ്സണാലിറ്റിനെ നമ്മൾ അറിയുമ്പോൾ
അപ്പം നമുക്ക് ഏതാ ഇഷ്ടമുള്ള ഇതിൽ നമ്മൾ തിരിയുന്നു. അത് അവരുടെ അഭിപ്രായവും അവരുടെ താല്പര്യവും. സംസ്കാരമായിട്ട് വല്ല ബന്ധമുണ്ടോ? അത് സംസ്കാരമായിട്ടും ബന്ധപ്പെടേണ്ടതായിട്ട് തോന്നിയിട്ടില്ല. അത് സംസ്കാരം എന്ന് പറയുന്നത് അത് നമ്മുടെ ഇഷ്ടമല്ലേ. അങ്ങനെയാണ് നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ യുവതലമുറ ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നുള്ളത്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, കൃത്യമായി അവരുടെ വീക്ഷണത്തിലൂടെ നോക്കുമ്പോൾ അവർക്ക് അങ്ങനെ അത് ഫീൽ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ ഒരു സാമൂഹ്യ ചുറ്റുപാട് നമ്മൾ ഈ വിഷയത്തെ നോക്കുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണം. നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ് ഉപയോഗിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വിഷയം നമ്മൾ എടുത്ത് നോക്കുക. ഇവിടെ എൻ്റെ ഒരാളുടെ തോന്നലാണ് അയാളുടെ ലൈംഗികത നിശ്ചയിക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ അയാൾക്ക് അതിനുള്ള അവകാശം വേണം എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ഇനി ട്രാൻസ്ജെൻഡറിൻ്റെ വിഷയം എടുത്താലും അവിടെയും ഇത് തന്നെയാണ്. ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, പൂർണ്ണ പുരുഷനായ ഒരാൾ, അയാൾക്ക് പുരുഷൻ്റെ എല്ലാവിധ ആന്തരിക ബാഹ്യ എല്ലാവിധ അവയവങ്ങളും ഉണ്ട്, പരിപൂർണമായിട്ട് അയാളൊരു പുരുഷനാണ്. ആ വ്യക്തിക്ക് തോന്നുകയാണെന്ന് ഞാനൊരു സ്ത്രീയാണ്, അയാളുടെ ഉള്ളിലുള്ളൊരു തോന്നലാണ് എന്ത്, ഞാനൊരു സ്ത്രീയാണെന്നൊരു തോന്നൽ. ഈ തോന്നലിനനുസരിച്ച് അയാളുടെ ശരീരം മാറ്റുന്നു, അയാൾ ആ രീതിയിൽ മുന്നോട്ട് നടക്കുന്നു. ഇതുപോലെ തന്നെ ഒരു സ്ത്രീക്ക് തോന്നുകയാണ് പരിപൂർണമായ എല്ലാ അവയവങ്ങളും, സ്ത്രീയുടെ അവയവങ്ങളുമുള്ള ആന്തരിക ബാഹ്യ അവയവങ്ങളൊക്കെ ഉള്ള ഒരു സ്ത്രീക്ക്, പരിപൂർണമായ സ്ത്രീക്ക് തോന്നുകയാണ്, മനസ്സിൽ തോന്നുകയാണെന്ന് ഞാനൊരു പുരുഷനാണെന്നൊരു തോന്നൽ. ഈ തോന്നൽ അടിസ്ഥാനമാക്കി അവരും എന്ത് പറയുക, അവരുടെ ഒരു സർജറികളും കാര്യങ്ങളൊക്കെ ചെയ്ത് അവരും പുരുഷനിലേക്ക് മാറാൻ വേണ്ടി വ്യഗ്രതപ്പെടുന്നു. ഈ രീതിയിൽ ട്രാൻസ്ജെൻഡറിനെ നമ്മൾ എടുത്താലും, അതുപോലെ തന്നെ നമ്മൾ ലെസ്ബിയൻ, ഗേ എന്ന് പറയുന്ന ആ ഒരു ഹോമോസെക്ഷാലിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയം എടുത്താലും, ഇതൊക്കെ ഒരു മനസ്സിൻ്റെ ഒരു തോന്നലുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് കൃത്യമായി കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു വിഷയം വരുമ്പോൾ നമുക്ക് ചോദിക്കുകയാണ്, നമ്മുടെ ഒന്നാമത്തെ പ്രശ്നമായി ഞാൻ മനസ്സിലാക്കുന്നുള്ളത്, ഈ ഒരു തോന്നൽ കൊണ്ട് നിൽക്കുന്നതാണോ മനുഷ്യൻ്റെ ആ ഒരു എന്താ പറയുക ഒരു തോന്നൽ പ്രക്രിയ എന്നുള്ളതാണ്. അഥവാ ഇപ്പം നമ്മൾ പറഞ്ഞു സെക്ഷുവാലിറ്റിയുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ ഹോമോസെക്ഷാലിറ്റികൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞ തോന്നലാണെന്ന് പറഞ്ഞു. എന്നാൽ അവിടെ കൊണ്ട് നിൽക്കുന്നതെല്ലാം മനുഷ്യൻ്റെ ഈ തോന്നൽ എന്ന് പറയുന്ന കാര്യം. ഇതല്ലാത്ത ഒരുപാട് തോന്നലുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മുടെ വ്യക്തികൾക്കിടയിലുണ്ട്. അതിൽ ഒരുപാട് കാര്യങ്ങൾ, അതിൽ ഒന്നാണ് പിഡോഫീലിയ എന്ന് പറയുന്ന തോന്നൽ. അഥവാ ഇവർക്ക് കുട്ടികളോട് മാത്രമേ ലൈംഗികപരമായ ആകർഷണം തോന്നുകയുള്ളൂ, കുട്ടികളോട് മാത്രമേ ഇവർക്ക് അട്രാക്ഷൻ തോന്നുകയുള്ളൂ. ഇങ്ങനൊരു വിഭാഗം പിഡോഫീലിയക്കാർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. അതിൽ നെക്രോഫീലിയൻ്റെ ആളുകളുണ്ട്, അഥവാ ശവഭോഗത്തിൻ്റെ ആളുകൾ. ശവങ്ങളോട് മാത്രം, അഥവാ മരിച്ചു കിടന്ന ഒരു ശവത്തിനോട് മാത്രം ലൈംഗികപരമായ വികാരം തോന്നുന്ന ആളുകളെയാണ് നമ്മൾ അങ്ങനെ പറയാം. അതുപോലെ തന്നെ അതുപോലെ ബെസ്റ്റിയാലിറ്റി, മൃഗങ്ങളോട് ഈ ഒരു രീതിയിലുള്ള ലൈംഗിക വൈകൃതം തോന്നുന്ന ആളുകൾ. ഇൻസെസ്റ്റുമായി ബന്ധപ്പെട്ട അഥവാ രക്തബന്ധമുള്ള ആളുകളുമായിട്ട് ഈ രീതിയിൽ ലൈംഗികപരമായ താല്പര്യം തോന്നുന്ന ആളുകൾ. ഇങ്ങനെ പല രീതിയിൽ തോന്നലുകൾ, പല രീതിയിലുള്ള വൈകൃതമായ തോന്നലുകൾ ഉള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അത്തരം ആളുകളൊക്കെ ഇവർ ഈ പറയുന്ന പോലെ ഞങ്ങൾക്കും തോന്നുന്നത് ഇന്ന കുട്ടിയോടാണ്, എനിക്ക് തോന്നുന്നത് കുട്ടിയോടുള്ള ആ ഒരു വികാരമാണ് എനിക്ക് തോന്നുന്നത്, അതല്ലാതെ മറ്റൊരാൾ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല, എനിക്കും അതിനുള്ള അവകാശം വേണമെന്ന് പറഞ്ഞ് ഇത്തരം രീതിയിലുള്ള ആളുകൾ മുന്നോട്ട് വരുമ്പോൾ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഈ ധാർമ്മികപരമായ മൂല്യത്തിൽ നമ്മളൊക്കെ എന്താ പറയുക സാമൂഹികമായിട്ടൊക്കെ ജീവിക്കുന്ന ആളുകളാണ്. നമ്മൾക്ക് അത്തരം തോന്നലുകൾ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അവർക്കും ഈ പറഞ്ഞ പോലെ തന്നെ അവരുടെ അവകാശമല്ല, അല്ലെങ്കിൽ അവർക്ക് അതെല്ലാം തോന്നുന്നു, അവരത് ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് എല്ലാ കൂട്ടർക്കും ഈ പറഞ്ഞ മൃഗങ്ങളുമായും തോന്നുന്ന ആളുകളും, ഈ കുട്ടികളുമായി തോന്നുന്ന ആളുകളും, അതുപോലെ തന്നെ ശവങ്ങളുമായി തോന്നുന്ന ആളുകളും, രക്തബന്ധമുള്ളവരായി തോന്നുന്ന ആളുകളും, എക്സിബിഷൻ എന്ന് പറയുന്ന പോലെ എല്ലാം ഓപ്പൺ ചെയ്ത് തുറന്ന് കാണിച്ചു കൊടുക്കലാണ് ഞങ്ങൾ സെക്ഷുവലായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത് എന്ന് പറയുന്ന ആളുകളും, ചില ഒബ്ജക്റ്റിനോട് പ്രണയം തോന്നുന്ന, കാറിനോട് പ്രണയം തോന്നുന്ന ആളുകൾ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് വൈകൃതങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഇതേ ഒരു ആശയം നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ, അഥവാ തോന്നലുകളാണ് അടിസ്ഥാനം, തോന്നൽ അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർ ചെയ്തോട്ടെ എന്ന് ഒരു അടിസ്ഥാനമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നതെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ അടിസ്ഥാനങ്ങൾ മുഴുവൻ നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും. അവിടെ നമുക്ക് ഒരിക്കലും എന്താ പറയുക സെക്ഷുവാലിറ്റി, ഈ ഹോമോസെക്ഷാലിറ്റി ഇതൊക്കെയാണ്, ഈ തോന്നലുകൾ ഞങ്ങൾ അംഗീകരിക്കില്ല, ഈ തോന്നലുകളെ ഞങ്ങൾ അംഗീകരിക്കുകയുള്ളൂ എന്ന് പറയാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല എന്നുള്ളതാണ്. ഇത് ഞാൻ പറയുമ്പോൾ പലരും ഒരുപക്ഷെ വിചാരിക്കുന്നുണ്ടാവും അങ്ങനെയൊക്കെ തോന്നുമോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആളുകളുണ്ടോ, അതൊക്കെ നിങ്ങളുടെ തിയറി മാത്രമല്ലേ, പ്രാക്ടിക്കലായിട്ട് അങ്ങനെ വല്ലതും ഉണ്ടോ എന്നെല്ലാമായിരിക്കും ചിന്തിക്കുന്നുള്ളത്. യഥാർത്ഥം നിങ്ങളൊന്ന് പഠിച്ചേ, ഞാൻ ഇതിന് മുന്നേ ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് മുന്നേ ഈ ആശയം നടപ്പാക്കിയ ഒരുപാട് യൂറോപ്യൻ കൺട്രികളുണ്ട്, പുറത്തുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട്. നമ്മൾ അവിടേക്കൊന്ന് നോക്കിയാൽ, ഈ ജെൻഡർ പൊളിറ്റിക്സ് അപ്ലൈ ചെയ്ത് ആ രാജ്യങ്ങളിലേക്ക് നോക്കിയാൽ ഞാൻ ഈ പറഞ്ഞ കാര്യം, ഈ തോന്നലുമായി ബന്ധപ്പെട്ട ഈ കാര്യം, ഇത് എത്രത്തോളം സത്യമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുക. ഇവർ ആദ്യം വാദിക്കുക നമ്മൾ ഈ പറഞ്ഞ പോലെ ഹോമോസെക്ഷാലിറ്റിയുമായി ബന്ധപ്പെട്ട വാദങ്ങളോ, അതിൽ കടന്ന് ഞാൻ ഈ പറഞ്ഞ ഈ രീതിയിലുള്ള വാദങ്ങളൊക്കെ അതിൻ്റെ പിന്നാലെ അവർ വരുന്നുണ്ട്. സ്ക്രീനിൽ നിങ്ങൾ കാണാൻ കഴിയുന്നത് അതിനുമായി ബന്ധപ്പെട്ട ഒരുപാട് തെളിവുകളാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. നിരവധി പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത പല വാർത്തകളാണ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. അവിടെ കൃത്യമായി നമുക്ക് കാണുന്നത് എന്താ വെച്ചാൽ, ആ ഒരു പല പൊളിറ്റിക്കൽ പാർട്ടികളും പല രാജ്യങ്ങളിലും ഇതൊക്കെ അനുവദിക്കണം, നെക്രോഫീലിയ അനുവദിക്കണം എന്ന് പറഞ്ഞ്, പീഡോഫീലിയ അനുവദിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള മൂവ്മെന്റുകളെല്ലാം നടന്നു. എന്തിനധികം നമ്മൾ പറയുന്നു, 2003 നടന്ന മെയ് 19 നടന്നുള്ള സാൻ ഫ്രാൻസിസ്കോയിൽ നടന്നിട്ടുള്ള അമേരിക്കൻ സൈക്കാട്രിസ്റ്റ് അസോസിയേഷൻ്റെ ഒരു സിമ്പോസിയം ഉണ്ട്. അതിൽ അവരുടെ മുഖ്യ വിഷയം തന്നെ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ പീഡോഫീലിയ പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഇതായിട്ട് മനോവികൃതമായിട്ട് മാറ്റി വെക്കേണ്ടതുണ്ടോ എന്ന വിഷയത്തിലുള്ള
രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നു. അതുപോലെ തന്നെ ആർക്കൈവ് ഓഫ് സെക്ഷൽ ബിഹേവിയറിന്റെ 2002 ഡിസംബറിൽ വന്ന ലക്കത്തിൽ വന്ന പഠനം, ആ പഠനത്തിന്റെ തലക്കെട്ട് തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പീഡോഫീലിയ ഇസ് എ മെന്റൽ ഡിസോർഡർ. അതായത് ഒരു പീഡോഫീലിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മെന്റൽ ഡിസോർഡർ ആണോ എന്ന രീതി. പിഡോഫിലിയ ഞാൻ പറയുമ്പോൾ കുട്ടികളോടുള്ള ആ ഒരു താല്പര്യം, ഇതൊരു മെന്റൽ ഡിസോർഡർ ആണോ, ഇതൊരു മാനസിക പ്രശ്നമാണോ എന്ന രീതിയിലുള്ള പഠനങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടുന്നു. റിച്ചാർഡ് ഡോക്കിങ്സിനെ പോലുള്ള ആളുകൾ ഇതിനൊക്കെ എന്താ പറയുക ലഘൂകരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. അതോ വെസ്റ്റിലുള്ള ആളുകൾ, നമ്മൾ പറയുന്ന യൂറോപ്യൻ ആയ കൺട്രീസിലുള്ള പല ആളുകളും ഈ ഞാൻ ഈ പറഞ്ഞ ആശയങ്ങൾ, നെക്രോഫീലിയ ആണെങ്കിലും അതുപോലെ തന്നെ ബെസ്റ്റാലിറ്റി ആണെങ്കിലും പീഡോഫീലിയ ആണെങ്കിലും എല്ലാം എന്താ പറയുക, ഇതൊക്കെ ഞങ്ങൾക്ക് അവകാശമാണ് എന്ന് പറഞ്ഞ് വന്ന് തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ കേരളത്തിൽ അത്തരം ആളുകൾ എത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ നമ്മുടെ കേരളത്തിലോ ഇൻസെസ്റ്റിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, രക്തബന്ധമുള്ളവരുമായിട്ടുള്ള എനിക്ക് വന്നത്, എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരാൾക്ക് അയാളുടെ അമ്മയുമായിട്ട് അല്ലെങ്കിൽ അയാളുടെ അച്ഛനുമായിട്ട് സഹോദരിയുമായിട്ടൊക്കെ ഈ രീതിയിലുള്ള താല്പര്യം തോന്നുന്ന ആളുകൾ, ഇങ്ങനത്തെ ആളുകളുമുണ്ട്. ഇത് നമ്മുടെ കേരളത്തിൽ പോലും നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ വിഷയം, ഈ അടുത്ത് ലിറ്റ്മസ് എന്ന് പറയുന്ന പരിപാടി കോഴിക്കോട് വെച്ച് നടന്നതിൽ ഒരാൾ സംസാരിച്ചതാണ്. കേരളത്തിൽ പോലും ഈ ആശയങ്ങൾ തലപൊക്കി തുടങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്ക് പല രീതിയിൽ മനസ്സിലാകുന്നത്. ഈ വെസ്റ്റിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നതായിട്ടും നമുക്ക് കൃത്യമായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു തോന്നലാണ് നമ്മുടെ അടിസ്ഥാനമെങ്കിൽ ഈ രീതിയിലുള്ള എല്ലാവിധ ലൈംഗിക വൈകൃതങ്ങളെയും വ്യതിയാനങ്ങളെയും എല്ലാം നമ്മൾ അംഗീകരിക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യും, ഈ സമൂഹത്തിലേക്ക് ഈ ഒരു ഇതിനെ മറപിടിച്ചുകൊണ്ട് കടന്നു വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്. ഇനി ട്രാൻസ്ജെൻഡറിന്റെ വിഷയം എടുത്താൽ, ട്രാൻസ്ജെൻഡർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരും പറയുന്ന എന്താണ്, ഞങ്ങൾക്ക് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഞാനൊരു സ്ത്രീയാണ് എന്ന്, എനിക്ക് തോന്നുന്നു ഞാനൊരു പുരുഷനാണ് എന്ന്, അതുകൊണ്ട് എനിക്ക് പുരുഷനാവാൻ അവകാശം നൽകണം. അല്ലെങ്കിൽ ഞാൻ സ്വയം ഐഡന്റിഫൈ ചെയ്യുന്നത് ഞാനൊരു സ്ത്രീ ആയിട്ടാണെന്ന് ഞാൻ സ്വയം ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ സ്ത്രീ ആയിട്ട് അംഗീകരിച്ചു കൊള്ളണം. നിങ്ങൾക്ക് എന്ത് സ്ത്രീകൾക്ക് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സമൂഹത്തിന്റെ അപ്രോച്ച് അത് എനിക്കും ലഭ്യമാണ്. കാരണം ഞാനൊരു സ്ത്രീയാണ് സ്വയം ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. സ്ത്രീകളുടെ ഹോസ്റ്റലിൽ എനിക്ക് അവസരം വേണം, അല്ലെങ്കിൽ സ്ത്രീകളുടെ ടോയ്ലറ്റിൽ എനിക്ക് അവസരം വേണം. ഈ രീതി ഞാനും ഒരു സ്ത്രീയാണ് എന്ന് സ്വയം ഐഡന്റിഫൈ ചെയ്തു. കാരണം ഫിസിക്കലായി പുരുഷനായി ഞാൻ സ്വയം ഐഡന്റിഫൈ ചെയ്യാണ്, എൻ്റെ മനസ്സിൽ തോന്നലാണ്. ഈ തോന്നൽ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയമായി തട്ടിച്ച് നോക്കുമ്പോൾ ഇതുപോലെ പല രീതിയിലുള്ള തോന്നലുകൾ നമുക്കുണ്ടാകും. ഒരു പക്ഷേ എനിക്ക് തോന്നാം ഞാനൊരു നായ്ക്കുട്ടിയാണെന്ന് എനിക്ക് തോന്നും, അല്ലെങ്കിൽ ഞാൻ പൂച്ചയാണെന്ന് എനിക്ക് തോന്നും, അല്ലെങ്കിൽ ഞാൻ വേറെ എന്ത് ഞാൻ കൊച്ചുകുട്ടിയാണ്, ഞാൻ 4 വയസ്സായ കുട്ടിയാണെന്ന് എനിക്ക് തോന്നും. ഞാൻ അങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ഒരു നായ്ക്കുട്ടിയായിട്ടും ഒരു പൂച്ചയായിട്ടും അല്ലെങ്കിൽ എന്താ പറയുക ഒരു 4 വയസ്സുകാരനായിട്ടൊക്കെ നിങ്ങൾ എന്നെ അംഗീകരിക്കും, അല്ലെങ്കിൽ സമൂഹത്തിൽ അംഗീകരിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇത് ഞാൻ പറയുമ്പോൾ ഒരു പക്ഷേ ഇതൊക്കെ എന്താ പറയുക ഒരു തിയറിയാണെന്ന് തോന്നേണ്ട ആവശ്യമില്ല. കുറച്ച് വീഡിയോസിലും കുറച്ച് ഫോട്ടോസും നമുക്ക് കാണാം. ഇതൊക്കെ വെസ്റ്റിലുള്ള ആളുകൾ, അഥവാ നമുക്കറിയാം നമ്മുടെ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ പാശ്ചാത്യ നാടുകൾ ഇതൊക്കെ മുന്നേ അപ്ലൈ ചെയ്തിട്ടുള്ളതാണ്. അവരൊക്കെ ഇതൊക്കെ ജെൻഡർ പൊളിറ്റിക്സുമായി മുന്നോട്ട് വന്നപ്പോൾ അവിടെ ഉണ്ടായ ആഫ്റ്റർ എഫക്റ്റാണ് ഞാൻ ഈ പറഞ്ഞത്. നമ്മൾ ഈ കാണുന്നതൊക്കെ എന്താ പറയുക, ഈ നായയായിട്ട് സ്വയം ഐഡന്റിഫൈ ചെയ്യണം, എന്നെ നായയായിട്ട് പരിഗണിച്ചാൽ മതി എന്ന് പറയുന്ന ആളുകളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പൂച്ചയാവണമെന്ന് പറയുന്ന ആളുകൾ, ഞാനൊരു ചെറിയ കുട്ടിയാണ്, എനിക്ക് ആ രീതിയിലുള്ള ഞാൻ അങ്ങനെ തന്നെ ഐഡന്റിഫൈ ചെയ്ത് എന്നെ അങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് പറയുന്ന ആളുകൾ, ഇത്തരം ആളുകളെയൊക്കെയാണ് നമ്മുടെ വെസ്റ്റിലെ ഈ ഒരു ജെൻഡർ പൊളിറ്റിക്സ് സംഭാവന ചെയ്തിട്ടുള്ളത്. നമ്മളൊന്ന് ചിന്തിക്കുക, നമ്മൾ ജെൻഡർ പൊളിറ്റിക്സ് നമ്മുടെ സമൂഹത്തിലേക്ക് വരുമ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞ കേവലം ഒരു സ്വപ്ന വ്യാഖ്യാനമല്ല നമ്മൾ പറഞ്ഞത്, മറിച്ച് എന്താണ്, ഇതൊക്കെ ഫാക്റ്റുകളാണ്, നടന്നുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഫാക്റ്റുകളാണ് നിങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞുള്ളത്. ഇത് നമ്മുടെ സമൂഹത്തിലേക്ക് വരുമ്പോൾ, നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ, നമ്മുടെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇവിടെയും ഇതേ രീതിയിലുള്ള പല എൻ്റെ തോന്നലുകളാണെന്ന് പറഞ്ഞ് പല രീതിയിലുള്ള പട്ടിയായും പൂച്ചയായും നായയായും നരനായും ഒക്കെ വരുന്ന ആളുകളുണ്ടാവും. അവരൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക, കുട്ടികളോടാണ്, നമ്മുടെ പിഞ്ചു മക്കളോടാണ് എനിക്ക് താല്പര്യം തോന്നുന്നത്. അവരെ എനിക്ക് അവരുമായിട്ടുള്ള ഒരു എന്താ പറയുക ലൈംഗികപരമായ ബന്ധത്തിന് നിങ്ങൾ അവകാശം തരണം എന്ന് പറഞ്ഞ രീതിയിൽ ഒരു പിഡോഫീലിയക്കാരായ ആളുകളും മറ്റുള്ള ആളുകളൊക്കെ നമ്മുടെ സമൂഹത്തിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇതിന് സാമൂഹ്യപരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡ് നമ്മൾ പറഞ്ഞു വെക്കുന്ന കാര്യം ഒറ്റ പ്രശ്നത്തെക്കുറിച്ച് മാത്രമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തിട്ടുള്ളത്. അത് കൃത്യമായി നമ്മൾ പറഞ്ഞു, എന്താണ് തോന്നലുകളെ അടിസ്ഥാനമാക്കിയാണ് ഈ LGBT എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നതെങ്കിൽ ആ തോന്നലുകൾ കൃത്യമായി എന്താ പറയുക, അതല്ലാത്ത പല തോന്നലുകളും സമൂഹത്തിലുണ്ട്. അതെല്ലാം കൂടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും. ഇതിന് സ്വീകാര്യം കൊടുക്കും, തീർച്ചയായും ആ തോന്നലുകൾക്കും നമ്മൾ അപ്ലൈ കൊടുക്കേണ്ടി വരും. അത് വൻ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ വിഷയമായിട്ട് പറയുന്നത്. തീർച്ചയായും ഞാൻ ഈ വിഷയം പറയുമ്പോൾ നിരവധി അഭിപ്രായ വ്യത്യാസങ്ങൾ, നിരവധി കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ആളുകൾ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. തീർച്ചയായും നമ്മുടെ ഈ വിഷയത്തിന്റെ അവസാനം, നമ്മൾ ഈ ഒരു സാമൂഹ്യ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്ത അവസാനം അത്തരം ന്യായങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അത്രയും ആർഗ്യുമെന്റുകൾ നമ്മൾ കൃത്യമായി എടുത്ത് പരിശോധിക്കുകയും അതിന് കൃത്യമായ മറുപടികൾ നമുക്ക് കണ്ടെത്തുകയും ചെയ്യാമെന്നാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായും നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ മറ്റൊരു പ്രശ്നം, മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാവുന്നതാണ്. ഈ വീഡിയോ മാക്സിമം ഈ ഒരു വിഷയം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ഈ വിഷയം അറിയാത്ത ആളുകളിലേക്ക് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. കൃത്യമായി ഈ ഒരു വിഷയത്തെ സമഗ്രമായി മനസ്സിലാക്കി നല്ല രീതിയിൽ സാമൂഹ്യപരമായ പുരോഗതിക്കും ഉന്നതിക്കും വേണ്ടി നല്ല രീതിയിൽ ഇടപെടലുകൾ നടത്തുക എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു.